അന്തിക്കാട് പഞ്ചായത്തിലെ 12ാം വാർഡ് കുറ്റിമാവ് ജംഗ്ഷനിൽ ഒരു കൊച്ചു ചായക്കടയുണ്ട്. കാരണത്ത് കുമാരേട്ടൻ്റെതാണ് ഈ ചായക്കട. കുന്നുമ്മൽ എന്ന പേരുള്ള ഈ ചായക്കട പുലർച്ചെ 5 മുതൽ പ്രവർത്തനം തുടങ്ങും. നാടൻ പാലിൽ തയ്യാറാക്കുന്ന ചൂട് ചായയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ്. 23 വർഷമായി അദ്ദേഹം ചായക്കട നടത്തുന്നു. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 10 മണിയോളം ഈ ചായക്കട രാഷ്ട്രീയ ചർച്ചയുടെ വേദിയാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രവർത്തകരുടെ വലിയ വർത്തമാനങ്ങളും ഗഹനമായ ചർച്ചകളും ഈ ചായക്കടയിലെ പ്രത്യേകതയാണ്. നാടൻ പാലിലുള്ള ചായയും മോന്തി ഇവിടെ ചെറുകടിയായി അടക്കി വെച്ചിട്ടുള്ള ബണ്ണ് ചായയിൽ മുക്കി രുചിയോടെ കഴിച്ച് രാഷ്ട്രീയം പറഞ്ഞാണ് ഇവിടെ വരുന്നവർ മടങ്ങുന്നത്. CPIM-കാരും CPI-കാരും കോൺഗ്രസ്സുകാരും BJP-കാരും എല്ലാവരും ഇവിടെ ചായ കുടിക്കാനെത്തി പത്രം വായിച്ച് രാഷ്ട്രീയം പറഞ്ഞാണ് പിരിയുക. ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളെല്ലാം ഇലഞ്ഞിത്തറ മേളം പോലെയാണ്. പതിയെ കൊട്ടിക്കയറി പിന്നീട് കലാശക്കൊട്ടായി മാറുന്ന കാഴ്ചയാണ് ഈ ചായക്കടയിൽ നമുക്ക് കാണാനാവുക. ഞാൻ ഈ കട തുടങ്ങിയിട്ട് 68-ൽ തുടങ്ങിയതാ ചായക്കട. പലചരക്ക്, തള്ളുവണ്ടി, സൈക്കിൾ ഷോപ്പ്, മേശ കസേര ഒഴികെ ബാക്കി എല്ലാം വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ എല്ലാവരും കുന്നമ്പേര കടയിലേക്ക് പോകും. കുന്നമ്പേര കടയിൽ പോയി എല്ലാം കിട്ടുമെന്ന് പറയാം. കുപ്പിച്ചില് തൊട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അങ്ങനെയാണ് അന്നത്തെ ഞങ്ങൾ കച്ചവടം. ചായക്കട തുടങ്ങിയതിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരും. അവർക്ക് വ്യത്യസ്തമായ ഭാഷയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വിഷയങ്ങൾക്ക് എല്ലാവരും കുറേ കഴിയൊക്കെ വിട്ട് പിരിയും. വളരെ സ്നേഹിതന്മാരായിട്ട് അല്ലാതെ മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളോ കുഴപ്പമൊന്നുമില്ല അവിടെ. ഇതിനു പുറമെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നാട്ടിൽ മരണപ്പെടുന്നവരിൽ ഭൂരിഭാഗത്തിൻ്റെയും ഫോട്ടോയും മരണവിവരങ്ങളും 2 വലിയ ബോർഡുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മരണപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോകൾ പത്രത്തിൽ നിന്നോ മറ്റോ ഏതെങ്കിലും രീതിയിൽ ശേഖരിച്ച് ചായക്കടയുടെ ഒരു വശത്തായി കുമാരേട്ടൻ ഒട്ടിച്ചു വെച്ചത് ഒരു പൊതു പ്രവർത്തനമായാണ് ഇദ്ദേഹം കരുതുന്നത്. ഒരു 20 വർഷമായിട്ട് ഈ മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് ഈ പടം ഒട്ടിച്ച് ഇങ്ങനെ കൊണ്ടടക്കൽ തുടങ്ങിയിട്ട്. അതിപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ വീടുകളിൽ പോലും ഈ പടം കിട്ടില്ല. ഇവിടെ വന്ന് നോക്കിയിട്ടാണ് അവർ ഡേറ്റൊക്കെ നോക്കിയിട്ട് ചില കാര്യങ്ങൾ ഇന്ന അവസരത്തിൽ മരിച്ചു എന്നൊക്കെ തീരുമാനിക്കുക. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പോക്ക്. പലപ്പോഴും മരണപ്പെട്ടു പോയവരുടെ ബന്ധുക്കൾ മറന്നുപോയ തീയതികൾ ഓർത്തുവയ്ക്കാനും മറ്റും കുമാരേട്ടൻ്റെ സഹായം തേടി ചായക്കടയിൽ വരുന്നതും പതിവാണ്.